ഉമ്മച്ചാ ഇന്ന് ചൂരക്കറി വെക്കാം. പടപ്പനൊരു ചൂരക്കറി. ഉളുപ്പ് മണക്കൊന്ന് പോനെ അതൊന്ന് മേലത്തെ ഒന്ന് വൃത്തിയാക്കാം. നമുക്ക് കട്ട് ചെയ്യാം. കട്ടി നീ തന്നെ കട്ടി. കുടമ്പുളി കുഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഇന്ന് നിന്റെ ഇതാണ് കേട്ടോ, രീതിയാണ് കേട്ടോ. കളിക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല വെള്ളത്തിൽ കഴിയണം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ചൊക്കന്റെ ചട്ടി അരി 2-3 പ്രാവശ്യം കഴുകണം. ഒന്നുകൂടി കഴുകിയെടുക്കാം. കുറെ നോക്കാം, കുറെ നേരമായി. പൊന്നിയരി അത്രയും. നമുക്ക് പൊടികളിനൊക്കെ ചൂടാക്കി എടുക്കാം അല്ലേ? എന്നാൽ പൊടി ഒന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. അതിനുള്ള കാശ്മീരി ചില്ലി ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വറമുളക് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഈ എല്ലാ ഐറ്റം കൂടിയിട്ട് ഇട്ട് ചൂടാക്കി എടുക്കാം. മച്ചാ പൊടിയൊക്കെ ചൂടായില്ലേ? ഓ അടുത്ത പരിപാടി ചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിക്കണ്ടേ? ചട്ടി ചൂടാണ്ടേ? സ്റ്റൈലും വെന്തയും കടുക്, ചെറിയുള്ളി ചതച്ച് വെച്ചാണ്, വെളുത്തുള്ളി, പച്ചമുളക് അടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടാലോ? എനിക്കറിയുന്ന രീതിയാണല്ലോ. തക്കാളി മിക്സിയിൽ അടിച്ചതാ. പൊടികൾ ഇട്ട് കൊടുക്കതാ. പൊടികൾ ഇത്രയും വേണ്ട, നമുക്കൊരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉമ്മച്ചാ പുളിവെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കണ്ട. അപ്പൊ വെള്ളം ഒഴിച്ചോ. എന്നൊക്കെ നന്നായിട്ട് മേലെ വന്നിട്ടുണ്ട്. തിളപ്പിക്കണം. ഉപ്പിട്ട് വെറൈറ്റി ഉപ്പിട്ട്. നീ ഷെഫായല്ലോ. ഓ അയില, മത്തി, ചൂര, കണവ, കരിമീൻ, കുഴവ അല്ലെ? വന്നു തുറന്ന് വെച്ച് വേവിക്കണേ. ഉപ്പ് നോക്കിട്ട് ഇതിൽ തന്നെ വറ്റിച്ചെടുക്കാം കേട്ടാ. കറി റെഡി. പറഞ്ഞ റെഡി. നോക്ക് അതിന് ടേസ്റ്റ് ആക്കാൻ വേണ്ടിട്ടില്ലേ? ചെറിയുള്ളില്ലേ? ചെറിയുള്ളിന് ചതച്ചതും, ഒരു പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ എടുക്കട്ടെ. മീൻ കറിയും ചോറും എല്ലാം അടിപൊളി. വേണ്ട